ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഉത്രാടമാണ്. അപ്പോൾ ഈ ഉത്രാട ദിനത്തിൽ എൻ്റെ ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇടിയപ്പവും വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ അടുക്കളയിലെ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അടുത്തുള്ള കടയ്ക്ക് ദേവീക്ഷേത്രത്തിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിന് തൊട്ടടുത്താണെങ്കിലും അങ്ങനെ അമ്പലത്തിൽ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വരണമെന്ന് വിചാരിക്കും, എന്തെങ്കിലും കാരണത്താൽ അത് മുടങ്ങിപ്പോവും. പിന്നെ ഞാനും ലച്ചുമോളും ശ്രീമോളും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മുന്നൊരു പ്രാവശ്യം വന്നിരുന്ന സമയത്താണെങ്കിൽ ഒരു വിളക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒരു കടയിൽ നിന്ന് വിളക്കൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അമ്പലത്തിലെ തിരുമേനി പറഞ്ഞു നമ്മൾ തന്നെ ആ വിളക്ക് അവിടെ കത്തിച്ച് വയ്ക്കണമെന്ന്. പിന്നെ ഞാൻ തിരിയൊക്കെ ഇട്ട് വിളക്ക് കത്തിച്ച് വെച്ചു. നല്ല കാറ്റുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം നമ്മൾ വിളക്കൊന്ന് കത്തുന്നതൊക്കെ നോക്കി നിന്നു. പിന്നെ നമുക്ക് അമ്പലത്തിൽ നിന്ന് ചന്ദനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളൊന്നും അമ്പലത്തിന് വലം വെച്ച് തൊഴുതു. സാരിയൊക്കെ കൊടുത്തിട്ട് വരണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ രാവിലെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് അത് നടന്നില്ല. അമ്പലത്തിലെത്തിയ ശേഷം ചെറുതായിട്ടൊന്ന് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെയുള്ളൊരു ഓഡിറ്റോറിയത്തിൽ കയറി നിന്നു. പിന്നെ തിരികെ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ബസ്സിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തിരികെയും ബസ്സിൽ തന്നെ പോകണം. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഈ ജാഗോ കൺവെൻഷൻ സെൻറ്റർ. നമ്മൾ ഉള്ളിലേക്കൊന്നും ഇറങ്ങിയില്ല, പുറമേ നിന്ന് അവിടുത്തെ അതൊക്കെ ഒന്ന് കണ്ടു. പിന്നെ നമ്മൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നടന്നാണ് പോയത്. പോകുന്ന വഴിക്ക് തന്നെ ലച്ചുമോക്കൊരു ചെമ്പരത്തി പൂവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഫൗസി ഹൈപ്പർ മാർക്കറ്റിലാണ്. അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു നാളത്തേക്ക് വേണ്ടിയിട്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. വൈകുന്നേരം ആയപ്പോഴേക്കും ശ്രീമോൾക്ക് പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ശ്രീമോളും കൂടി പാർക്കിലേക്ക് വന്നു. അവിടെ വന്നപ്പോൾ തന്നെ ഈ ഒരു ഊഞ്ഞാൽ കിടക്കുന്ന കണ്ടു. പിന്നെ അതിലായി കുറച്ച് നേരം. അത് കഴിഞ്ഞപ്പോൾ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ വാങ്ങിക്കൊടുത്തു. കൂടെ തന്നെ ഈ കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടി വാങ്ങിക്കൊടുക്കേണ്ടി വന്നു. ഇവിടെ വന്ന ശ്രീമോളെ കൊണ്ട് തിരികെ പോകാൻ വലിയ പാടാണ്. പിന്നെ ഓണായിട്ട് ഞാൻ എൻ്റെ കിച്ചണിലേക്ക് വാങ്ങിയ 2 ഐറ്റമാണ്. ഒന്ന് ഈ ഇഡ്ഡലി പാത്രവും പിന്നെ ഈ പ്രഷർ കുക്കറും. അങ്ങനെ തിരികെ വീട്ടിലേക്ക് വരുന്ന വഴി എനിക്കൊരു നാരങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്കായി പണി. അതിനെ നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞൊക്കെ വൃത്തിയാക്കി എടുത്തു. പിന്നെ അത് കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പായി. ഞാൻ ആദ്യമായിട്ടാണ് ഈ നാരങ്ങക്കറി വയ്ക്കുന്നത്. സാധാരണ അമ്മയാണ് എനിക്ക് വച്ച് തരാറുള്ളത്. പിന്നെ എൻ്റേതായ രീതിക്കൊക്കെ ഞാൻ വച്ചെടുത്തു. അപ്പോൾ എൻ്റെ ഈ ചെറിയ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.